നമസ്കാരം. തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ വെനം ബിനീത്ത് ക്യാൻ ബി സപ്രസ്ഡ് ഫോർ എവർ. ഉള്ളിലെ കൊടും വിഷം എന്നേക്കുമായി അടിച്ചമർത്താൻ കഴിയില്ല. ജിതിൻ കെ ജോസിന്റെ ആദ്യ സിനിമയായ കളങ്കാവൽ തുടങ്ങുമ്പോഴുള്ള എഴുത്താണിത്. ഭദ്രകാളി സർവായുധധാരിയായി മനോഹരമായ കറുത്ത നിറത്തോടെയും കോടി സൂര്യന്മാരുടെ തേജസ്സോടെയും ഉഗ്രരൂപിയായി പ്രത്യക്ഷപ്പെട്ട് സർവനാശകാരിയായ ധാരകനെ വധിക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ധാരികാവധത്തിൻ്റെ പ്രതീകാത്മക ചടങ്ങാണ് കളങ്കാവൽ. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടന്ന സീരിയൽ കൊലപാതകങ്ങളാണ് കളങ്കാവൽ എന്ന സിനിമയുടെ പശ്ചാത്തലം. SI ജയകൃഷ്ണൻ കൊലപാതക പരമ്പരയുടെ ചുരുളഴിക്കാൻ നിയോഗിക്കപ്പെടുന്നു. സീരിയൽ കൊലപാതകങ്ങളുടെ പുറകെ അലയുന്ന ജയകൃഷ്ണന്റെ യാത്രയാണ് ഈ സിനിമ. കുറുപ്പ് എന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ച ജിതിൻ കെ ജോസിന്റെ ഒപ്പം ജിഷ്ണു ശ്രീകുമാറും കൂടി ചേർന്ന് രചിച്ച തിരക്കഥയിലാണ് ചിത്രം രൂപം കൊണ്ടത്. ജിതിൻ കെ ജോസിന്റെ കഥ പറയൽ രീതി ഒരർത്ഥത്തിൽ നമ്മളെ കൊളുത്തി വലിക്കുന്നതാണ്. നിശബ്ദത ഉപയോഗിച്ച് തന്നെ ഒരു ശബ്ദം സൃഷ്ടിക്കുന്ന സിനിമാറ്റിക് സാഹസമാണ് ഈ സിനിമയിൽ. കഥ പറയാനല്ല, മനോഭാവം നിർമ്മിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കളങ്കാവൽ ഒരു ത്രില്ലർ മാത്രമാകാതെ മനസ്സിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു എസ്തെറ്റിക് പരീക്ഷണം കൂടിയായി മാറുന്നത്. ഫൈസൽ അലിയാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറയെ ഒരു നിരീക്ഷകനായിട്ടല്ല, ചിലപ്പോൾ ഭിത്തിക്കുള്ളിലെ ഒളിഞ്ഞ കണ്ണായും ചിലയിടങ്ങളിൽ ഇരുട്ടിൻ്റെ സാക്ഷിയായും ക്യാമറ മാറുന്നു. ഈ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് പ്രവീൺ പ്രഭാകറാണ്. പ്രേക്ഷകനെ മുൾമുനയിൽ പിടിച്ചു നിർത്തിയതിൽ പ്രവീണിൻ്റെ പങ്ക് വളരെ വലുതാണ്. മുജീബ് മജീദിൻ്റെ സംഗീതമാണ് ഈ ചിത്രത്തിൻ്റെ ജീവൻ. കഥയുടെ വികാര വിക്ഷോഭങ്ങളെ പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ പാകത്തിൽ ഒഴുകിയെത്തുന്ന മുജീബിൻ്റെ സംഗീതം തിയേറ്റർ വിട്ട് പുറത്തു വന്നിട്ടും കാതിൽ അലയ്ക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ നായക കഥാപാത്രമായ നത്ത് എന്ന് വിളിപ്പേരുള്ള ജയകൃഷ്ണനെ വിനായകനാണ് അവതരിപ്പിക്കുന്നത്. പെർഫെക്റ്റ് ആക്ടിങ്. വീട്ടിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് പഞ്ച് പിടിക്കുന്ന ഒരു ജയകൃഷ്ണനുണ്ട്. താൻ അന്വേഷിക്കുന്ന സീരിയൽ കില്ലർ തന്നിൽ നിന്നും അകലേക്ക് സ്ത്രീകളെ നിർബാധം കൊന്നുകൊണ്ട് അകലുന്നതിൻ്റെ തീവ്രവേദന ഉള്ളിൽ ചുമക്കുന്നതിനിടയിൽ തൻ്റെ മകൾ പറയുന്ന ഒരു ഡയലോഗിൽ നെഞ്ചു പൊടിയുന്ന ഒരച്ഛനുണ്ട്. വിനായകൻ്റെ ഒരു ഗംഭീര പ്രകടനമാണത്. സ്റ്റാൻലി ദാസ് എന്ന സീരിയൽ കില്ലറായി വില്ലനായി തകർക്കുന്നത് മമ്മൂട്ടിയാണ്. ഇങ്ങനെയൊരു റോൾ ഏറ്റെടുക്കാൻ കാണിക്കുന്ന ഒരു തൻ്റെടമുണ്ടല്ലോ. വിധേയനിലെ പട്ടേലരിൽ തുടങ്ങിയ ഒരു ജൈത്രയാത്ര പലേരി മാണിക്യത്തിൽ, പുഴുവിൽ, റോഷാക്കിൽ, കാതലിൽ, ഭ്രമയുഗത്തിൽ, ഇപ്പോൾ കളങ്കാവലിൽ. ദൈവമേ, ഈ മനുഷ്യൻ ജീവിച്ചഭിനയിക്കുന്ന കാലത്ത് എനിക്കും ജീവിക്കാൻ കഴിഞ്ഞല്ലോ. DS ഇറെ എന്ന സിനിമ കഴിഞ്ഞ് ജിബിൻ ഗോപിനാഥിൻ്റെ ആനന്ദ് എന്ന പോലീസുകാരൻ്റെ ഇതിലെ വേഷവും വളരെ നന്നായി. കളങ്കാവൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സ്റ്റാൻലി ദാസിൽ നിന്നാണ് ഈ സിനിമയെ നമ്മൾ വായിക്കേണ്ടത്. സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം ഒരു വേഷമല്ല, അതിനും അപ്പുറത്തെന്തോ ആണ്. സ്റ്റാൻലി ചിലർക്കെങ്കിലും ഒരു കടുത്ത പ്രണയാതുരനാണ്. മൂന്നാമനായി നിന്നുകൊണ്ട് നാം കാണുമ്പോൾ വാക്കുകൾക്ക് ചൂടില്ല, ചിരിയിൽ സന്തോഷമില്ല, കണ്ണുകളിൽ കരുണയുടെ ഒരു നിഴലും കാണില്ല. എന്നാൽ ആ ശൂന്യത നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ഒരു ഫങ്ഷണൽ സൈക്കോപാത്തിനെ ശരീരത്തിൽ പാകം ചെയ്ത് നിശബ്ദതയിലൂടെ മമ്മൂട്ടി പുറത്തു കൊണ്ടുവരുന്നു. സ്റ്റാൻലിയുടെ പെരുമാറ്റം ഒരർത്ഥത്തിൽ വ്യക്തിപരമല്ല, ഒരു സമൂഹം നെയ്തെടുത്ത ബലഹീനതകൾക്കതിൽ പങ്കുണ്ട്. ദുർബലമായ ചില അതിരുകളിൽ നിൽക്കുന്ന സ്ത്രീകളെയാണ് സ്റ്റാൻലി ലക്ഷ്യമിടുന്നത്. അവരെ ആരും അന്വേഷിക്കില്ല, അവരുടെ വേദന രേഖപ്പെടുത്തില്ല, അവരുടെ അഭാവത്തിൽ ഒരു വിടവ് കാണില്ല. ഈ ഇൻവിസിബിലിറ്റി തന്നെയാണ് കൊലയാളിയെ ശക്തനാക്കുന്ന അമാനുഷിക പരിസരം. സ്റ്റാൻലി എന്ന കഥാപാത്രം വെറും ഒരു കൊലയാളി മാത്രമല്ല, അവൻ ഒരു രാഷ്ട്രീയ ചിഹ്നമാണ്. ദാരികനെ കാളി വധിക്കുന്ന കഥയിൽ അസുരനായ ദാരികൻ ഇന്നത്തെ കാലത്ത് ഒരു ഉഗ്രരൂപമെടുത്താൽ അതിൻ്റെ വേഷം ഇങ്ങനെ സൗമ്യമായിരിക്കും. പൊതുസമൂഹത്തിന് മുന്നിൽ
വർത്തമാനകാല ദാരികൻ സ്വീകാര്യനായിരിക്കും. അയാൾ കാളിയാൽ കൊല്ലപ്പെടേണ്ട ദാരികൻ തന്നെയാണ്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ കാളി ആരാണ് എന്ന ചോദ്യം ഈ സിനിമ നമ്മിലേക്ക് തിരിച്ച് നൽകുന്നുണ്ട്. ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ ദ വെനം ബിനീത്ത് ക്യാൻ ബി സപ്രസ്ഡ് ഫോർ എവർ സ്റ്റാൻലിയെ കുറിച്ചുള്ള ഒരു ലളിതമായ വാചകമല്ല. അത് ഒരു സമൂഹത്തിൻ്റെ നിഷ്ക്രിയത്വത്തിൻ്റെ സൂചന കൂടിയാണ്. മനുഷ്യരുടെ ഉള്ളിൽ അടിച്ചമർത്തിയിരിക്കുന്ന വിഷങ്ങളും സമൂഹം മറച്ചു വെക്കുന്ന അനീതികളും മാനവ ബന്ധങ്ങളിലെ അസ്വസ്ഥതകളും ഒരിക്കലെങ്കിലും പൊട്ടിത്തെറിയായി പുറത്തു വരാമെന്ന ഒരു മുന്നറിയിപ്പ്. ഓരോ കൊലപാതകം കഴിയുമ്പോഴും അഥവാ രക്ഷപ്പെടുമ്പോഴും സ്റ്റാൻലിയുടെ ശരീരഭാഷ മാറും. ആത്മവിശ്വാസത്തിൻ്റെ പുകച്ചുരുളുകൾ മൃദുവായ പാളികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. നമ്മിൽ ഭയം, വെറുപ്പ്, ഒപ്പം ആകർഷണം, ഇതെല്ലാം ഒരുമിച്ച് നമ്മെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഈ കഥാപാത്രം ഒരു വില്ലൻ പെർഫോമൻസ് അല്ല. നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത പക്ഷെ നമ്മിൽ പലരും ഒളിപ്പിക്കുന്ന ഇരുട്ടുകളെ നേരിട്ട് നമ്മിലേക്ക് തിരിച്ചു നോക്കിയിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. സിനിമ അവസാനിച്ചാലും മനസ്സിൽ നീണ്ടു നിൽക്കുന്ന ഒരു നിശബ്ദതയായി സ്റ്റാൻലി നമ്മുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വയം വിശദീകരിക്കാനാകാത്ത പക്ഷേ മറക്കാനാവാത്ത ഒരു ഇരുട്ടിൻ്റെ രൂപമായി മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം നിൽക്കുന്നു. ആ കഥാപാത്രത്തിൽ കാണുന്ന ആണത്വം ഒരു സ്വഭാവദോഷമോ മനഃശാസ്ത്ര രോഗമോ മാത്രമല്ല, നമ്മുടെ സമൂഹം തലമുറകളായി രൂപപ്പെടുത്തിയെടുത്ത പുരുഷ രൂപത്തിൻ്റെ ഒരു മാതൃകയാണത്. എനിക്ക് ബാധ്യതയില്ല, കുറ്റബോധമില്ല, മനുഷ്യബന്ധങ്ങൾ എനിക്ക് ബാധകമല്ല, ഞാൻ മാത്രം മതിയാകുന്ന ഒരു ലോകമാണ് ഞാൻ. ഇതാണ് ആണിൻ്റെ ലോകം. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഈ സൈക്കോപാത്ത് അതുകൊണ്ട് ഒരു വ്യക്തി മാത്രമല്ല, പുരുഷത്വത്തിൻ്റെ ഏറ്റവും കഠിനമായ തന്ത്രങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സാമൂഹിക ജീവി കൂടിയാണ്. അവൻ കൊല്ലുന്നു, പക്ഷേ അത് പ്രതികാരമല്ല, അവൻ പഠിച്ചെടുത്ത ഒരു ജീവിത രീതിയാണത്. അവനെ നമുക്ക് ചുറ്റും കാണാം. വീടുകളിൽ, ഓഫീസുകളിൽ, ക്ലബ്ബുകളിൽ, പൊതു ഇടങ്ങളിൽ, TV ചർച്ചകളിൽ ഒക്കെ കാണാം. അവൻ്റെ ആണത്വം അസഭ്യവാക്കല്ല, അടിച്ചമർത്തുന്ന ഒരു കൈയല്ല, അവനൊരു വികാരശൂന്യ വ്യവസ്ഥയുടെ ജീവിച്ചിരിക്കുന്ന ചിഹ്നമാണ്. ശക്തി മാത്രം ആഘോഷിക്കുന്നതും സ്നേഹം ദുർബലതയാണെന്ന് വിശ്വസിക്കുന്നതുമായ ഒരു സമൂഹത്തിൻ്റെ ഇരുണ്ട പ്രതിരൂപം. തീയുടെ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങി വീഴുന്ന കുറെ ഈയാമ്പാറ്റകളുണ്ടതിൽ. ഈ ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ 22 പേർ. കുറച്ച് സീനുകളിൽ നിറഞ്ഞു നിൽക്കുന്നവരും ഒന്ന് മിന്നി മറഞ്ഞവരുമുണ്ട്. പക്ഷേ ജിതിൻ കെ ജോസിൻ്റെ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിക്കപ്പെട്ട സീനുകളാണ് അവയൊക്കെ. ഒരേ താളത്തിൽ നമ്മെ ബോറടിപ്പിക്കാമായിരുന്നവ, അതല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് സീനുകൾ കുത്തി നിറയ്ക്കാവുന്നവ. പക്ഷേ ക്രിയാത്മകതയോടെ അവരെ അദ്ദേഹം അവതരിപ്പിച്ചു. അവരുടെ പേര് പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, ധന്യ, ഗായത്രി അരുൺ, അബി സുഹാന, മാളവിക മേനോൻ, നിഷ, ത്രിവേദ, സ്മിത, അനുപമ, സിന്ധു വർമ്മ, വൈഷ്ണവി, മോഹനപ്രിയ, സിദ്ധി ഫാത്തിമ, സീമ കബനി, അമൃത, മുല്ലൈ അരശി, കാതറിൻ മരിയ, രേഖ തോമസ്, ബിൻസി, റിയ. ദുർബലരാണ് എന്നും എവിടെയും വീണു പോകുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത ഇടങ്ങളിലും കുറേ പേർ വീണു പോകുന്നുണ്ട്. പലരും ഇതൊക്കെ കണ്ടിട്ടും കാണാതിരിക്കുന്നു. മോഹനനെ, അമീറിനെ, രാജേഷിനെ, സീരിയൽ കില്ലറെ വിടാതെ പിടികൂടാൻ SI ജയകൃഷ്ണൻ പിറകെയുണ്ട്. പക്ഷേ സത്യാനന്തര കാലത്ത് ജയകൃഷ്ണനെ പിന്തുണയ്ക്കുന്നതല്ല കാണുന്നത്. ജയകൃഷ്ണൻ്റെ നിറത്തെക്കുറിച്ചാണ് വാഗ്വാദം. വീണു പോകാത്തവരുണ്ട്. തുണിക്കടയിലെ ഒരു സെയിൽസ് ഗേൾ വിദ്യയ്ക്ക് ഒരു സല്യൂട്ട് നൽകാതിരിക്കാനാവില്ല. വില്ലത്തരങ്ങൾ കണ്ട് കുട്ടികൾ പഴിച്ചു പോകുന്നുവെന്ന് വിലപിച്ച് ഗുണപാഠ കഥകൾ എഴുന്നള്ളിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കളങ്കാവലിൽ മമ്മൂട്ടി ഒരു സീരിയൽ കില്ലറാണ്, വില്ലാതി വില്ലനാണ്. പക്ഷേ സിനിമ കണ്ടവർ, പ്രത്യേകിച്ച് ന്യൂജൻ കുഞ്ഞുങ്ങൾ, മമ്മൂട്ടിയല്ലേ എന്ന് വിചാരിച്ച് മമ്മൂട്ടിയെ അനുകരിക്കാൻ തീരുമാനിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. വില്ലനെതിരെ ജയകൃഷ്ണന് കൈയടിക്കുകയാണ് അവർ ചെയ്തത്. നമ്മുടെ പഴഞ്ചൻ ടൂളും മോഡലും ഒക്കെ ഇനിയെങ്കിലും ഡിലീറ്റ് ചെയ്താൽ നന്ന്. കളങ്കാവൽ എന്ന ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന ചില പ്രോപ്പർട്ടികളുണ്ട്. സേഫ്റ്റി പിന്നും സിറിഞ്ചും ടാബ്ലറ്റും സിഗരറ്റും പേനയും പഴയ മോഡൽ മൊബൈൽ ഫോണുകളും നിലാക്കായും വെളിച്ചം
എന്ന പാട്ടൊഴുകി വരുന്ന കാർ സ്റ്റീരിയോയും തുടങ്ങി ഒരു ഹോണ്ട കാർ വരെ. വില്ലാതി വില്ലന്റെ ഹോണ്ട കാർ, പേടിപ്പെടുത്തുന്ന ഹോണ്ട കാർ TN75-01313. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പുറകിലുണ്ട് ആ ഹോണ്ട കാർ TN75-01313.